സോ അങ്ങനെ പറഞ്ഞ് മോഡൽ എക്സാം ആയി. അപ്പോൾ നാളെ നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ്. അപ്പം ഞാൻ ഇന്ന് ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്കിന്ന് വിഭൂതി തിരുനാളാണ്. അപ്പോൾ എത്ര സ്ഥലത്ത് എനിക്കിന്ന് വിഭൂതി ആഘോഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇന്നാണ് വിഭൂതി. അപ്പം ഞാൻ പള്ളിയിലൊക്കെ പോയി ഉപവാസം ആയതുകൊണ്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ച് പിന്നെ കിടന്നുറങ്ങി. കാരണം വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്ക് ഏകദേശം ഒരു 1-1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാപ്പിൽ ടൈമറൊക്കെ ഓണാക്കി വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കലാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് നല്ലോണം വായിക്കും. എന്നിട്ട് അതിലെ മെയിൻ പോയിൻറ്റ്സ് ആണ് എനിക്ക് തോന്നുന്നതൊക്കെ ജോട്ട് ഡൗൺ ചെയ്യും. അതായത് നോട്ടിൽ എഴുതി വയ്ക്കും. അങ്ങനെ ആ പോയിൻറ്റ്സ് എക്സാമിന് ജസ്റ്റ് പോണേക്കാൻ മുമ്പ് ആ പോയിൻറ്റ്സ് മാത്രം എടുത്ത് വായിക്കും. അങ്ങനെ പിന്നെ ഓതേഴ്സിൻ്റെ പേരൊക്കെ നോക്കി വയ്ക്കും. അങ്ങനെയാണ് ഞാൻ എക്സാമിന് പോകാറ്. പിന്നെ ടെക്സ്റ്റിൽ അതേ വേർഡ്സും അതേ സെൻറ്റൻസും യൂസ് ചെയ്ത് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത് എൻ്റെ മിസ്സ് പറയാറുണ്ട്. സോ ഞാൻ അതായിരുന്നു ആദ്യം ചെയ്യേണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിൽ സ്നാക്സ് മാത്രം തീറ്റ പരിപാടിയായി മാറിയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഉച്ച ഒരു ഉപവാസം ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി കുറച്ച് സ്നാക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടേ ഉപവാസം കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ ഫുള്ള് സ്നാക്സ് കഴിക്കൽ മാത്രമേ, വെള്ളം കുടിക്കുക, സ്നാക്സ് കഴിക്കുക, കുറച്ച് നോട്ട് എഴുതുക, സ്നാക്സ് കഴിക്കുക. അങ്ങനെ ഇതെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഇംഗ്ലീഷ് നോട്ടാണ്. ഞാനിപ്പോൾ അതിലാണ് നോട്ട് കംപ്ലീറ്റ് ആക്കണ്ടായി. പിന്നെ ഞാൻ എൻ്റെ റൂമിലിരുന്ന അല്ല പഠിക്കണേ. കാരണം റൂമിലിരുന്ന് പഠിക്കാൻ എനിക്കൊരു മൂഡ് വരാത്തതുകൊണ്ട് ഞാൻ ഹോളിലിരുന്നിട്ടാണ് പഠിച്ചത്. അതായത് എൻ്റെ മുകളിലെ ഹോളിലിരുന്ന് പഠിച്ചത്. അപ്പോഴേക്കും എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ എക്സാം കഴിഞ്ഞ്, അവൾ ബ്രില്യനിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. സോ അവളുടെ എക്സാം കഴിഞ്ഞിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്നാക്സ് ഒക്കെ എടുത്ത് നോക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ആക്ടിവിറ്റീസിൻ്റെ ഫോർമാറ്റ് പഠിച്ചു പോകുന്നതല്ലാണ്ട് അങ്ങനെ നോക്കാറില്ല. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നി കുറച്ച് ബ്ലർബ് റൈറ്റിങ്ങും പിന്നെ എന്താ ബ്ലോഗിൻ്റെ കാര്യങ്ങളും പിന്നെ ജോബ് റെസ്യൂമ് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് റാൻഡമായിട്ട് ചോദിക്കുന്നതും എന്നാൽ കുറച്ച് ഫോർമാറ്റ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പഠിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തി എനിക്ക് ഓറിയോൻ്റെ ബിസ്ക്കറ്റ്സൊക്കെ കൊണ്ടുവന്നു. അതും കഴിച്ച് ഞാൻ സമയം നോക്കിയപ്പോഴേക്കും 3:34, അതായത് 3:45 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്കൊരു 6 ചാപ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് അവർ ഓഫ് ട്രൂത്ത്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ തീരെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി 5 ചാപ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവർ ഓഫ് ട്രൂത്ത് ലാസ്റ്റ് എന്ന് പറഞ്ഞ് വെച്ചേക്കായിരുന്നു. ഇനി എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. സോ അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കാരണം ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. സോ ബൈ.